അതിമനോഹരമായ ഹൃദയഹാരിയായ കൂടിക്കാഴ്ചകൾ എപ്പോഴും നമുക്ക് സന്തോഷം പകരാറുണ്ട്. നമ്മളൊരു സുഹൃത്തിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏറെക്കാലം കാണാതിരുന്ന ബന്ധുക്കളെ കാണുമ്പോഴോ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാം. അത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു സൈനികൻ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ അമ്മയ്ക്ക് വിദേശത്ത് നിന്ന് മകൻ കൊടുക്കുന്ന സർപ്രൈസ്, വിദേശത്തുള്ള അച്ഛനും അമ്മയ്ക്കുമൊക്കെ നാട്ടിൽ നിന്ന് മക്കൾ അയക്കുന്ന സമ്മാനങ്ങൾ, അല്ലെങ്കിൽ ഏറെക്കാലത്തിന് ശേഷം മക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അതൊക്കെ നമ്മൾ പല വീഡിയോകളിലായി കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വലിയ കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നത്. തൃശ്ശൂരിൽ ഒരു വയോജന കേന്ദ്രത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയ ആളുകളുടെ പേര് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. നിഷ എന്ന 42 വയസ്സുള്ള ഒരു യുവതിയും അതുപോലെ തന്നെ അമ്മയും, സാറാമ്മ എന്ന് പറയുന്ന അമ്മയുമാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. നിഷയെക്കുറിച്ചാണ് കൂടുതൽ അറിയാൻ ആളുകൾ ആഗ്രഹിക്കുന്നത്. നിഷ 1983 കൊച്ചി സെൻറ്റ് തെരേസസ് കോളേജിലെ ഒരു അനാഥാലയം ഉണ്ടായിരുന്നു, മൻസിൽ എന്ന് പറയുന്ന ഒരു അനാഥാലയം. ആ അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ കൊണ്ട് ചേർക്കപ്പെട്ട പെൺകുട്ടിയാണ് നിഷ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. കുട്ടിക്ക് 6 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ബന്ധുക്കളിൽ ചിലരെത്തി പെൺകുട്ടിയെ ആ അനാഥാലയത്തിൽ ഏൽപ്പിക്കുന്നത്. ആ കാലയളവിൽ തന്നെ ബെൽജിയത്തിൽ നിന്ന് മക്കളില്ലാതെ ഒരു ദമ്പതികൾ അവിടെ എത്തുന്നു. അവർക്ക് ഒരു കുഞ്ഞിനെ വേണമായിരുന്നു. അങ്ങനെ ദത്തെടുക്കൽ നിയമങ്ങളുടെ സാധ്യതകളൊക്കെ പരിശോധിച്ച ശേഷം ഈ നിഷ എന്ന പെൺകുട്ടിയെ ബെൽജിയംകാർ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അവരുടെ മകളായി വളർത്തുന്നു. ആ പെൺകുട്ടി വളർന്ന് വലുതായി വിവാഹിതയായി അവർക്ക് ഒരു കുട്ടിയായി. അപ്പോൾ അവർ പ്രായപൂർത്തിയായി പക്വതയായി എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ബെൽജിയം സ്വദേശികളായ ആ പഴയ ദമ്പതികൾ ആ മകളോട് ഒരു കാര്യം പറഞ്ഞു. മകളോട് പറഞ്ഞു, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മകൾ ഞങ്ങളുടെ ആരാണ്, എന്താണ് എന്നൊക്കെ പറഞ്ഞ് അവർ ആ മകളോട് കാര്യങ്ങൾ പറഞ്ഞു. അവർ കരുതി ഈ മകൾ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആകും, അങ്ങനെ പല സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. അനിഷ അപ്പോൾ അച്ഛനും അമ്മയും, അതായത് ബെൽജിയത്തുള്ള അച്ഛനും അമ്മയും തൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒട്ടും തകർന്നില്ല. ഒരേ ഒരു ആഗ്രഹം മാത്രം പ്രകടിപ്പിച്ചു. എന്നെ ഉപേക്ഷിച്ചു പോയ, എന്നെ 6 മാസം പ്രായമുള്ളപ്പോൾ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു പോയ അമ്മയെ ഒരു നോക്ക് കാണണം, കണ്ടേ തീരൂ, അതെൻ്റെ ജീവിത അഭിലാഷമാണ്. ഞാനും ഒരു അമ്മയാണല്ലോ, എനിക്ക് ആ അമ്മയെ ഒന്ന് കാണണം. ആ അഭിലാഷം പൂർത്തീകരിക്കാനാണ് അവർ ബെൽജിയത്ത് നിന്ന് വിസയൊക്കെ എടുത്ത് വിസിറ്റ് വിസയിലൊക്കെ കേരളത്തിലേക്ക് വിമാനം കയറുന്നത്. കൊച്ചിയിൽ വിമാനം ഇറങ്ങി അവർ നേരെ സെൻറ്റ് തെരേസസ് കോളേജ് എന്ന് അവർക്കറിയാം, അവിടെ ഉണ്ടായിരുന്ന അനാഥാലയത്തിൽ നിന്നാണല്ലോ ദത്തെടുക്കുന്നത്. അതിന് നിയമപരമായ രേഖകളൊക്കെ ബെൽജിയം രക്ഷിതാക്കളുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ നിഷ ഈ സെൻറ്റ് തെരേസയിലെത്തി. പക്ഷേ അവിടെ ഈ 40 വർഷം നീണ്ട 4 പതിറ്റാണ്ട് കഴിഞ്ഞു. 4 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും സെൻറ്റ് തെരേസസ് ആകെ മാറിയല്ലോ. അവിടെ അനാഥാലയം ഇപ്പോഴില്ല. അവിടുത്തെ കന്യാസ്ത്രീകൾ, അന്ന് കന്യാസ്ത്രീയായി ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ 80 വയസ്സൊക്കെ പിന്നിട്ടു. അവർക്ക് പലർക്കും ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. കാരണം അന്ന് ആരാണ് കൊണ്ടുവന്നത്, എന്താണ് നടന്നത് എന്നൊന്നും ഓർമ്മയില്ല. പല ആളുകളെയും ദത്ത് കൊടുത്തിട്ടുണ്ട്. പല കുട്ടികളെയും അവിടെ അന്തേവാസികളായി, അത് മീൻസ് അനാഥരാക്കപ്പെട്ട മക്കളൊക്കെ അവിടെ വളർന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാമെന്നല്ലാതെ ഒരു പർട്ടിക്കുലർ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും അവർക്ക് ഇല്ല. അങ്ങനെ ആകെ വിഷണ്ണയായിരിക്കുന്ന നിഷയുടെ വാർത്ത ടെലിവിഷൻ ചാനൽ മനോരമ ന്യൂസ് സംപ്രേഷണം ചെയ്തു. മനോരമ ന്യൂസിൽ വാർത്ത കണ്ടിട്ട് ഒരാൾ ഈ നിഷയെ തിരിച്ചറിയുന്നു. 6 മാസം പ്രായമുള്ളപ്പോൾ അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞാണ്. ആ കുഞ്ഞിനെക്കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ, ഒരാളുടെ കാതുകളിൽ ആ വാർത്ത കേട്ടപ്പോൾ ഈ സംഭവങ്ങൾ അയാളുടെ മനസ്സിൽ റിക്കളക്ട് ചെയ്യപ്പെട്ടു. അത് നിഷയുടെ അർദ്ധ സഹോദരനായ ബിനോയ് ചാക്കോയുടെ മനസ്സിലാണ്. ബിനോയ് ചാക്കോയ്ക്ക് പെട്ടെന്ന് ഈ വാർത്ത കണ്ടപ്പോൾ മനസ്സിലായി, ഇത് ആ പെൺകുട്ടിയാണ്. എങ്ങനെയായിരുന്നു ഈ സംഭവം? 1983 ഈ ബിനോയ് ചാക്കോ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചില ബന്ധുക്കൾ സാറാമ്മയുടെ മകളായ ഈ പെൺകുട്ടിയെ, 6 മാസം പ്രായമുള്ള പെൺകുട്ടിയെ ഈ അനാഥാലയത്തിൽ കൊടുക്കുന്നതെന്ന ഉള്ള ഓർമ്മ അന്ന് 10ാം ക്ലാസ്സുകാരനായിരുന്ന നിഷയുടെ അർദ്ധ സഹോദരൻ ബിനോയ്ക്ക് ഓർമ്മ വന്നു. ബിനോയ് ഒട്ടും താമസിച്ചില്ല, മനോരമ ന്യൂസുമായൊക്കെ ബന്ധപ്പെട്ട് നിഷയെ കണ്ടെത്തിയിട്ട് പറഞ്ഞു, ഇപ്പോൾ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അമ്മ ഒരു വയോജന കേന്ദ്രത്തിലാണ്, വൃദ്ധർക്ക് വേണ്ടിയുള്ള ഒരു കേന്ദ്രത്തിലാണ് താമസിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ ഒട്ടും താമസിച്ചില്ല, നിഷയും ഭർത്താവ് യോസിയും മകൾ രയയും ചേർന്ന് നേരെ ഈ അമ്മയുടെ അടുത്തെത്തി. അമ്മയ്ക്ക് മകളെ കണ്ടു. മകളെ ചോരത്തുടിപ്പ് മാറുന്നതിന് മുമ്പേ, പൊക്കിൾക്കൊടി ബന്ധത്തിൻ്റെ ആ വേദന ഒന്ന് അലിയുന്നതിന് മുമ്പേ, 6 മാസം മുലപ്പാൽ കൊടുത്തു കൊതിതീരുന്നതിന് മുമ്പേ അമ്മ കൊണ്ട് ഈ മകളെ ഉപേക്ഷിച്ചതാണ്. ബന്ധുക്കൾ
അന്ന് ചില ബന്ധുക്കൾക്കിടയിലെ ചില അസ്വാരസ്യങ്ങൾ, ബന്ധങ്ങൾക്കിടയിലെ തകർച്ചകൾ തീരെ നിവർത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് മകളെ നിന്നെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ ക്ഷമാപണത്തോടുകൂടി കുറ്റബോധത്തോടു കൂടിയിരുന്നു. അപ്പോഴാണ് ആ പെൺകുട്ടി നിഷ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു പരിഭവവുമില്ല. എന്നിട്ട് അമ്മയെ വാരിപ്പുണർന്നു, കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആ കൂടിക്കാഴ്ചയാണ് കേരളത്തിൻ്റെ ഹൃദയഹാരിയായി മാറി ഇപ്പോൾ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ആ കൂടിക്കാഴ്ച, നിഷയും അമ്മ സാറാമ്മയുമായുള്ള കൂടിക്കാഴ്ച. ഇത് ഏറ്റവും ഹൃദ്യമാണ്. ഈ വിഷ്വൽ, ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ന് പറയുന്നത് ചില ആളുകളുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ക്ലോസറ്റിൽ പ്രസവിക്കുന്ന ആളുകളുണ്ട്, ഇലയിൽ പ്രസവിച്ച് പൊതിഞ്ഞു കളയുന്ന ആളുകളുണ്ട്, ഗർഭം ഒളിച്ചു വയ്പ്പിച്ച് കടന്നു കളയുന്ന ആളുകളുണ്ട്, അബോർട്ട് ചെയ്ത് കളയുന്ന ആളുകളുണ്ട്, കാമുകൻ്റെ ചതിവിൽ വൃദ്ധന്മാരെ കേസിൽ കൊടുക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരൊക്കെ ഇത്തരം ഹൃദയഹാരിയായ ജീവിത അനുഭവം കേൾക്കണം, മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ കൊടുക്കുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ എല്ലാ ജില്ലകളിലും അമ്മത്തൊട്ടിലുണ്ട്, ശിശു സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്, ഇതുപോലെ മിഷണറിമാർ, ചാരിറ്റി പ്രവർത്തകർ നടത്തുന്ന അനാഥാലയങ്ങളുണ്ട്. കുഞ്ഞിനെ, ജനിച്ചു കഴിഞ്ഞ കുഞ്ഞിനെ നിഷ്കരുണം ശ്വാസം മുട്ടിച്ചും വലിച്ചെറിഞ്ഞുമൊക്കെ വെള്ളത്തിൽ മുക്കിയുമൊക്കെ കൊല്ലുന്ന ആളുകളുടെ കാലമാണിത്. ആധുനിക സമൂഹമാണ് നമ്മൾ. 40 വർഷത്തിന് മുമ്പ്, 4 പതിറ്റാണ്ട് മുമ്പ് ആ അമ്മ ഒരു അനാഥാലയത്തിൽ ആ പെൺകുട്ടിയെ ഏൽപ്പിച്ചത് കൊണ്ട് ആ പെൺകുട്ടി വളർന്നു വലുതായി. എല്ലാ ആളുകളും ഇങ്ങനെ അച്ഛനമ്മമാരെ തേടി വരണമെന്നില്ല, അമ്മമാരെ തേടി വരണമെന്നില്ല. മുമ്പും ഇതുപോലത്തെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും അവരുടെ രക്ഷിതാവിനെ, അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞതായി എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയുടെ താഴെ കമൻ്റായി കൊടുക്കുക. അത് എനിക്ക് വലിയൊരു അറിവായിരിക്കും. എൻ്റെ അറിവിലില്ല. വന്നതായി അറിവുണ്ട്. പലരും പല രാജ്യങ്ങളിൽ നിന്നും രക്ഷിതാക്കളെ തേടി, അമ്മയെ തേടിയൊക്കെ വന്നതായി ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇത്തരമൊരു ഹൃദയഹാരിയായ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ, അമ്മയെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നെനിക്ക് വ്യക്തമായ അറിവില്ല. നിങ്ങൾക്ക് അത്തരം അറിവുണ്ടെങ്കിൽ ദയവായി ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതെനിക്കൊരു പുതിയ അറിവായിരിക്കും, അതിനുവേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം ഹൃദയഹാരിയായ കൂടിക്കാഴ്ചകളാണ് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്. മനോഹരമായ കൂടിക്കാഴ്ച, കണ്ണീർ പൊഴിഞ്ഞ് ക്ഷമയുടെയും കുറ്റബോധത്തിൻ്റെയും അതിർവരമ്പുകൾ കടന്ന് മാതൃത്വം സ്വന്തം മകളെ നെഞ്ചോട് ചേർക്കുന്ന അവസ്ഥ. അവർ ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിച്ചു, എന്നിട്ട് ഒരുപാട് സമയം കണ്ടു, സംസാരിച്ചു, കൊതി തീരും വരെ സംസാരിച്ചു. എന്നിട്ട് അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്താണ് നിഷ അവിടെ നിന്ന് തിരികെ ബെൽജിയത്തിലേക്ക് മടങ്ങുന്നത്. അവരുടെ മാതൃരാജ്യം അതാണല്ലോ. അവിടെ യോസി എന്ന് പറയുന്ന ഭർത്താവിനെയും മകൾ രായയെയും അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കൊച്ചുമകളെയും അങ്ങനെ സാറാമ്മ കണ്ടു, വാർദ്ധക്യ സമയത്ത് കൊച്ചുമകളെയും കണ്ടു. അതായത് ഇതിനകത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു വികാരമുണ്ട്. ഈ അമ്മ ഈ മകളെ തേടിയിരുന്നിരിക്കണം. മനസ്സിനകത്ത് ഈ മകളെക്കുറിച്ചുള്ള വേവലാതിയും വേദനയും അലട്ടിയിരിക്കണം. തൻ്റെ മകളെ പിഞ്ചോമന മകളെ അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിക്കുമ്പോൾ, ബന്ധുക്കൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ തനിക്കുണ്ടായ വേദന ആ അമ്മയെ ഇപ്പോഴും അലട്ടുന്നുണ്ടായിരിക്കണം. ആ അലട്ടലും ഈ കൂടിക്കാഴ്ചയ്ക്ക് കാരണമായിരിക്കണം. കാരണം മകളെ ഒരു നോക്ക് കാണാനായിരുന്നുവെങ്കിൽ, ആ മകൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആയിരുന്നുവെങ്കിൽ എന്ന് ഈ അമ്മയും ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്നിരിക്കണം. ആ ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സംഭവിച്ചത്. ഏതായാലും ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക്, ഇത്തരമൊരു ഹൃദയഹാരിയായ ദൃശ്യങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച, അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ മനുഷ്യർക്കും വിസ്മയ ന്യൂസിൻ്റെയും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്.